اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد صلاة تعرفنا بها إياه وعلى آله وصحبه حق قدرك ومقدارك العظيم. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. പറച്ചിലിൽ നമ്മൾ ആരാണ്? അള്ളാഹുവിൻ്റെ അടിമകളാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ താഴ്മയോടുകൂടെ നമ്മൾ പറയുന്നുണ്ട്, അള്ളാഹുവേ ഞങ്ങൾ നിൻ്റെ അടിമകളാണ്, നീ ഞങ്ങളെ ഉടമയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളിലേക്ക് നിൻ്റെ നോട്ടം ഉണ്ടാവണേ അല്ലാ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്? താഴ്മയോടുകൂടെ പറയാറുണ്ട്. അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ ആ ഒരു അബ്ദിയത്ത്, ഒരു അബ്ദിൻ്റെ വിശേഷണങ്ങളൊക്കെ പൂർണ്ണമായ അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും നമ്മുടെ അടുക്കലുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയുന്ന ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പവർ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ചില ആൾക്കാർ പറയലുണ്ടല്ലോ, പിന്നെ എൻ്റെ മകൻ ഡോക്ടറാണ്, എൻ്റെ മകൻ ഇന്നാലിന സ്ഥലത്ത് IIT-യിൽ പഠിക്കുന്ന ആളാണ്, അതിൽ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ വളരെ അഭിമാനത്തോടു കൂടെ പറയാറുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനം എന്താണെന്ന് പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് ഹൃദയം കൊണ്ട് പറയാൻ കഴിയാം. ആരിഫീങ്ങളാകുന്ന ആൾക്കാർ അവരെ വല്ലാത്ത പേടി എന്തിരുന്നു പറയും, നിങ്ങൾക്ക് അബ്ദിൽ നിന്ന് റബ്ബിനെ പുറത്താക്കുമെന്ന്, അള്ളാഹുവിൻ്റെ അബ്ദിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്ന്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇൻ ഇർജി ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ഫദ്ഖുലി ഫീ ഇബാദി, നീ എൻ്റെ അടിമയിൽ പ്രവേശിക്കുക എന്ന് പറയും. മരിക്കണ സമയത്ത് ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയോട് മലായികത്തുകൾ പറയുന്നൊരു പ്രയോഗമുണ്ട്, ഫദ്ഖുലി ഫീ ഇബാദി. മലായികത്തിനോട് പറയാൻ അല്ലാഹു തആല, ഫദ്ഖുലി ഫീ ഇബാദി, നീ എൻ്റെ അടിമയിൽ പ്രവേശിക്ക്, വദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലും പ്രവേശിക്കുക എന്ന് പറയും. അപ്പൊ ആ ഇബാദ്, ആ അടിമ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെങ്ങാനും റബ്ബ് എടുത്തു കളയോ എന്ന ഒരു പേടിയിലായിരുന്നു ആര്? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളൊക്കെ. കാരണം അള്ളാഹു തആല റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാം നോക്കി പരിപാലിക്കുന്നവനാണ് റബ്ബ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. നമുക്ക് നൽകാത്ത ഒന്നുമില്ല. നമുക്ക് നൽകാത്ത എല്ലാം അല്ലാഹു തആലാന്റെ അധീനതയിലാണ്. എല്ലാം ഈ റബ്ബും അബ്ദും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. അപ്പോ അബ്ദുകൾക്കൊരു പേടിയാണ്. എന്ത്? റബ്ബ് എന്നെ അടിമയിൽ നിന്നെങ്ങാനും പുറത്താക്കുമോ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൻ അമൽ സൂഉ അഫ്ആലി കസീറു സാദു ത്വാആതി ഖലീൽ. കൈഫ ഹാലി, എൻ്റെ അവസ്ഥ എന്താണ്? യാ ഇലാഹി, പടച്ചവൻ റബ്ബേ, ലൈസ ലീ ഖൈറുൻ അമൽ, എനിക്കൊരു ഖൈറായ അമലില്ല. സൂഉ അഫ്ആലി കസീറു സാദു ത്വാആതി ഖലീൽ, മോശമായ പ്രവർത്തനങ്ങളൊക്കെ തോനുണ്ട്. എന്നാൽ അല്ലാഹു തആലാക്ക് വഴിപ്പെടുക എന്നുള്ള സമ്പാദ്യോ അത് വളരെ കുറവാണ് എന്ന് ആരാണ് ഈ പറയണത്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഓൺലി വൺ പേഴ്സൺ, ഒരാളെ ഉള്ളൂ. അതാരാ? സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഭയപ്പെട്ടു
അടിമയിൽ നിന്ന് അല്ലാഹു തആല എന്നെങ്ങാനും ഊരിക്കളയോ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് പക്ഷികളെ നോക്കി പറഞ്ഞു, റബ്ബേ, ഞാൻ ആ പറക്കുന്നൊരു പക്ഷിയായിരുന്നെങ്കിൽ. മരങ്ങളിലേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹുവേ, ഞാനൊരു പുൽക്കൊടിയായിരുന്നെങ്കിൽ. എന്താണ് അബ്ദ് എന്ന് പറയുന്ന ആ ഒരു അള്ളാഹു നൽകിയൊരു മഹത്വമുണ്ട്. അബ്ദ് എന്ന മഹത്വം, ആ മഹത്വത്തിന് ശുക്ർ ചെയ്യാൻ പറ്റണം. ശുക്ർ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പേടിയാ. ശുക്ർ ചെയ്ത ആളുകൾക്ക് തന്നെ പേടിയാ. എൻ്റെ റബ്ബ എൻ്റെ ആ ഒരു തസ്തികയിൽ നിന്ന്, ആ ദർജയിൽ നിന്ന് എൻ്റെ റബ്ബെന്നെ മാറ്റുമെന്ന് അവർക്ക് തന്നെ പേടിയായി. ആരിഫീങ്ങൾ മുഴുവൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മദീനത്ത് വന്നിട്ട് റൗള ഷരീഫിന്റെ ഉള്ളിൽ കയറില്ല, അങ്ങോട്ട് പുറത്താണ് നിന്നു, ഹറമിന്റെ പുറത്ത് നിന്ന്. എത്ര ദിവസം? 40 ദിവസം. 40 ദിവസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനന്റെ ഉള്ളിൽ കയറിയില്ല, പേടി. 40 ദിവസം ഗൗസുല്ലാലം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, മുത്തുനബിയെ, ഞാനൊരു അറിവില്ലാത്ത ആളാണ്, ഇൽമില്ലാത്ത ആളാണ്, ഒരുപാട് ദോഷങ്ങൾ പെരുത്ത ആളാണ്, എന്നെ ഒന്നങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർഡർ കിട്ടിയിട്ടാ മദീനത്ത് ചെന്നത്. എന്താണ്? ഹൃദയത്തിൽ അള്ളാനെ ഭയാണ്. അബ്ദ് എന്ന് പറയുന്ന പദവി അതിന് വല്ല കോട്ടം തട്ടുമോ, ആ തസ്തികയിൽ നിന്ന് അല്ലാഹു തആല എന്നെ എടുത്തു മാറ്റപ്പെടുമോ എന്ന് അവർ ഭയപ്പെട്ടു. അപ്പൊ നമ്മളെ ഹൃദയത്തിൽ എന്തില്ല? അങ്ങനത്തെ ഒരു പേടിയില്ല. പേടിയില്ലാത്തത് ഏറ്റവും വലിയ പരാജയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഉണ്ട് എന്ത്, എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുമ്പോൾ വലിയ പേടിയേക്കാരം. തെറ്റാണല്ലോ ചെയ്യണത്, എന്നാ അതിന് ഒഴിവാകാനുള്ള വല്ല പരിപാടിയും ചെയ്യോ? ആയിട്ടല്ലേ. അത് ഏറ്റവും വലിയ ഖിയാനത്താണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ റബ്ബേ, തെറ്റാണല്ലോ ഇപ്പം ഞാൻ ചെയ്യണത്, തെറ്റുകൾ ഞാൻ ചെയ്തല്ലോ എന്ന് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കും ചെയ്യുക. എന്നാ അതിന് രക്ഷപ്പെടാനുള്ള വഴി എന്തെങ്കിലും കാണുമോ? ആയിട്ടല്ലേ. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഹിക്കമിലൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ കപടത്തരത്തിനെ കുറിച്ച്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് എനിക്കൊന്നിൻ്റെ ആവശ്യമല്ല, എൻ്റെ റബ്ബ് എന്നെ യാ അബ്ദീ എന്നൊരൊറ്റ വിളി വിളിച്ചാൽ മതി. എനിക്ക് സ്വർഗം വേണ്ട, എനിക്കൊരനുഭൂതികളും വേണ്ട, എനിക്കൊരാഗ്രഹങ്ങളുമില്ല. എൻ്റെ റബ്ബിൻ്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്നെ അബൂ യസീദാകുന്ന എന്നെ യാ അബ്ദീ എന്ന് അള്ളാഹു ഒന്ന് വിളിച്ചാൽ മതി. അപ്പം നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഹോണറാണ് നമ്മളെ അള്ളാഹു തആല അബ്ദാക്കിയത്. ആ അബ്ദ് യഥാർത്ഥ അബ്ദാകണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ അബ്ദിൽ നിന്ന് അള്ളാഹു തആല വേണമെങ്കിൽ പുറത്താക്കും ചെയ്യും. നമ്മളെ മശായിഖന്മാരുടെ തർബിയത്തിലൂടെ മാത്രമേ നമുക്ക് അബ്ദിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മശായിഖന്മാരെ ഫൈലാനിയത്തും അവിടുത്തെ നെളുറുകളും അവിടുത്തെ റിളയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അബ്ദായി ജീവിച്ച് യഥാർത്ഥ അബ്ദായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.